ഫസ്റ്റ് ഡേ തന്നെ എനിക്കൊരു നല്ല ചവിട്ട് കിട്ടി അവിടുത്തെ ഒരു ജൂനിയർ സ്റ്റണ്ട് ആർട്ടിസ്റ്റിന്റെ. അപ്പൊ എനിക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി. അപ്പൊ നമ്മളിങ്ങനെ അത് കഴിഞ്ഞ് ക്യാരവനിൽ ഇരിക്കുമ്പോൾ അർജുൻ പറഞ്ഞാ കുഴപ്പമില്ല, ശീലായിക്കോളും. പുള്ളിക്ക് അജഗജാന്തരത്തിലൊക്കെ നല്ല പണി കിട്ടിയിട്ട് ബാക്കിലൊക്കെ ഇതൊക്കെ വന്ന് അങ്ങനെ ആയതാണ്. പറഞ്ഞ തെലുങ്കാന ബൊമ്മലു എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ അതിനകത്ത്. ആ പാട്ടിനകത്ത് മിക്ക ആക്ടിവിറ്റീസും നമ്മൾ ഇംപ്രൂവൈസ് ചെയ്ത കാര്യങ്ങളാണ്. കാരണം അതിന് കൃത്യമായി ഇങ്ങനെ ചെയ്യണം എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. മെയിൻ ആയിട്ട് റീനുവിന്റെ പുറകെയാണ് നിങ്ങൾ 3 പേരും. സച്ചിനും അമൽ ഡേവിസും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആദ്യം അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു ലൈനായി. അപ്പൊ അതിനുശേഷം അതിന്റെ എക്സ്ട്രീം കിട്ടുക എന്നുള്ളത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം എനിക്കറിയില്ല എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന്. ഞാൻ അത് ഭയങ്കരമായിട്ട് എന്റെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പലതും ആഗ്രഹിച്ചതൊക്കെ പതുക്കെ 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 അല്ല നോ അല്ല പ്രേമിലിട്ട് ആദ്യം ഉണ്ട് എന്നുള്ളത് ഷുവറാണ്. ഉണ്ടെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആദ്യം സ്പേസ് എന്നുള്ളത് ആൾക്കാർ കാണട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്യാം മോഹൻ, വെൽക്കം ടു സ്ക്രീൻ. ഹായ്, താങ്ക് യു സോ മച്ച്. യെസ് ശ്യാം, അപ്പൊ നമ്മള് റൊമാൻസിനെ കുറിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ലേറ്റസ്റ്റ് റിലീസ് ഒരുപാട് സ്ക്രീൻ ടൈം ഉള്ള ഒരു ക്യാരക്ടർ അല്ല റൊമാൻസ് ഷിൻഡോയുടേത്. എന്നാൽ കംപ്ലീറ്റ്ലി ആ കഥ ആങ്കേർഡ് ആയിട്ടുള്ളത് അയാളാണ്. ഈവൻ മറ്റ് കഥാപാത്രങ്ങളെ എല്ലാം ബന്ധിപ്പിക്കുന്ന കണ്ണിയും അയാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സമയം കൊണ്ട് ഒരു ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് നമ്മൾ എൻഷുർ ചെയ്തില്ലെങ്കിൽ ആ കഥാപാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആകാതെ പോകാനായുള്ള സാധ്യതയുണ്ട്, അല്ലെ? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ റൊമാൻസ്? ഒന്നാമത് ഞാൻ അരുൺ ഡി ജോസിന്റെ കൂടെ 2ാമത്തെ പടമാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ നേരത്തെ 18+ എന്നുള്ള ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രേമല് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പ്രേമല് ഭയങ്കര അൾട്ടിമേറ്റ് ഹിറ്റായി. അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. അപ്പോഴാണ് എനിക്കൊന്ന് ഇതുപോലെ അരുൺ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് എന്ന് കേൾക്കാൻ വരാമോ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് സോണും ആണല്ലോ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടീമും കൂടെ ആയതുകൊണ്ട് അങ്ങനെ പോയിട്ടാണ് കഥ കേൾക്കുന്നത്. അപ്പൊ ഇപ്പോ അനന്ത് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. എനിക്ക് കഥ കേട്ടപ്പോ എന്നോട് ആദ്യമേ പുള്ളി പറഞ്ഞു, എടാ നിന്റെ ഒരു സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്ന ഒരു പടത്തിന് അങ്ങനെ വലിയ ത്രൂ ഔട്ടുള്ള ക്യാരക്ടർ അല്ല, ഒരു 40% ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിന്നെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ പരിപാടി മൊത്തം നടക്കുന്നത്. അപ്പം ഞാനും ആ രീതിക്കാണ് ആലോചിച്ചത്. നമ്മളിപ്പോ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ ബ്രോ പറഞ്ഞ പോലെ മുഴുനീളം ആദ്യം മുതൽ അവസാനം വരെ ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ ഒരു 10 മിനിറ്റ് വന്നിട്ടാണെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ആലോചിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫൈൻഡിങ് നിമോ എന്ന് പറയുമ്പോൾ ഫൈൻഡിങ് നിമോയിൽ നിമോയെ തപ്പി നടക്കുന്ന സുഹൃത്തുക്കളെ ആണല്ലോ ആദ്യം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ അരുൺ തന്നെ നേരത്തെ നമ്മുടെ പ്രൊമോഷൻ സമയത്ത് ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ കൂടുതൽ ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ഇതാണ്. കാരണം ബാക്കി എല്ലാ ക്യാരക്ടറുകളും ഒരു ലോയിൽ തുടങ്ങി പിന്നെ അങ്ങ് ഏറ്റവും ഹൈയിൽ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ പടത്തിലെ കഥ പോകുന്നത്. ആദ്യം പതുക്കെ പതുക്കെ തുടങ്ങിയിട്ട് പിന്നെ എല്ലാവരും എക്സ്ട്രീം ലെവലിലോട്ട്. പക്ഷെ ഷിൻഡോ എന്ന് പറയുമ്പോൾ ഷിൻഡോയ്ക്ക് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. ആദ്യം ഈ പറഞ്ഞ പോലെ ഉടായ്പാണോ എന്ന് നമുക്ക് തോന്നും. എന്നാൽ അയാൾ ഒരു ജെനുവൻ പേഴ്സൺ ആണ്. അയാൾക്ക് എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ കുറെ കള്ളത്തരങ്ങൾ കിടപ്പുണ്ട്. ഇമോഷണൽ ആണ്, എന്നാൽ ഉടായ്പാണ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കുറെ ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എനിക്ക് പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്പേസ് ആണെങ്കിലും അങ്ങനെ കുറെ പരിപാടി ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ അർജുനായിട്ടുള്ള കോമ്പിനേഷൻ സീനും ഒക്കെ ആണെങ്കിലും കുറച്ച് ഭയങ്കര ഇമോഷണൽ സാധനങ്ങളും അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ അതും കൂടെ കൊണ്ട് എനിക്കത് ഒരു ഡിഫറെന്റ് ക്യാരക്ടർ, പ്രേമല് കഴിഞ്ഞിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആദ്യം പോലെ വേറൊരു ക്യാരക്ടർ ചെയ്യാണ്ട് ഇങ്ങനെ വേറൊരു ടോണിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു പൊതുവെ നമ്മൾ കാണാറെന്ന് വെച്ചാൽ നായകൻ ചെന്ന് ഒരു നാട്ടിലുള്ള എല്ലാവരും ഇടിച്ചിടുന്ന വില്ലന്റെ ടീമിനെ മൊത്തം ഇടിച്ചു തെറിപ്പിക്കുന്നതാണ്. ഇതിലൊരു കൂട്ടത്തല്ലാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫൈറ്റും കാര്യങ്ങളൊക്കെ? ഷൂട്ട് ഫൈറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ സിനിമയിൽ ഫൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ആദ്യത്തെ ഫൈറ്റ് ആയിരുന്നു. അപ്പം അർജുനൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറഞ്ഞു, ആദ്യമായിട്ടല്ലേ മനസ്സിലായിക്കോളും പറഞ്ഞു. കാരണം നമുക്കറിയില്ലല്ലോ നമ്മള് അടിയിടിയും ഇത് കാണിക്കുന്നത് എത്രത്തോളം അടിയിടിയും കൊള്ളും, അല്ലെങ്കിൽ അത് എത്രത്തോളം എനിക്ക് അങ്ങനെ ഞാനങ്ങനെ ഭയങ്കര ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലും ജിമ്മിലൊക്കെ പോവുമെങ്കിൽ ഇങ്ങനെ ഫിസിക്കൽ മൂവ്മെന്റ് പരിപാടികൾ ഭയങ്കര കുറവാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സുപ്രീം സുന്ദർ മാസ്റ്റർ ആയിരുന്നു ഫൈറ്റിന്റെ മാസ്റ്റർ. അപ്പം ഫസ്റ്റ് ഡേ കിടന്നപ്പോ തന്നെ എനിക്കൊരു ചവിട്ട് കിട്ടി. അപ്പൊ എനിക്കത് മനസ്സിലായി. എനിക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വലിയ ഫൈറ്റ് ഇല്ല പടത്തിൽ, കാരണം ഇവരാണല്ലോ കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാലും ആ ഒരു പിടിവലി ഒന്നും തള്ളിന് ഇടയ്ക്ക് ചെറിയ പരിപാടികളുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ എനിക്കൊരു നല്ല ചവിട്ട് കിട്ടി അവിടുത്തെ ഒരു ജൂനിയർ സ്റ്റണ്ട് ആർട്ടിസ്റ്റിന്റെ. അപ്പൊ എനിക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി. അപ്പൊ നമ്മളിങ്ങനെ അത് കഴിഞ്ഞ് ക്യാരവനിൽ ഇരിക്കുമ്പോൾ അർജുൻ പറഞ്ഞാ കുഴപ്പമില്ല, ശീലായിക്കോളും. പുള്ളിക്ക് അജഗജാന്തരത്തിലൊക്കെ നല്ല പണി കിട്ടിയിട്ട് ബാക്കിലൊക്കെ ഇതൊക്കെ വന്ന് അങ്ങനെ ആയതാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി. പിന്നെ ഒരു 6 ദിവസം 7 ദിവസത്തോളം ഈ പരിപാടി ഉണ്ടായിരുന്നു. ഫുള്ള് ഒരു ഗോഡൌണിനകത്ത് മൊത്തം പൊടിയും കാര്യങ്ങളും ആണ്.
അതെനിക്കൊരു കോൺഫിഡൻസ് കിട്ടി കുറച്ചുകൂടെ. ഇനി ഒരു സംഭവം വരുമ്പോൾ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു തെലുങ്ക് പടം ചെയ്തപ്പോൾ അതിനകത്ത് ത്രൂ ഔട്ട് ഫൈറ്റ്, ഒരു ഫുൾ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഉം. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ആ ഒരു പേടി ഭയങ്കരമായിട്ട് മാറി. മറ്റേ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിലെ മുതലേ അടിയിടിയോ കേട്ട് കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും. അപ്പൊ എന്തൊക്കെയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെയ്യുന്ന സമയത്ത് 100% കൊള്ളാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടും. അപ്പൊ ഇത് ചെയ്ത കാരണം എനിക്ക് ആ ഒരു ബേസിക് പേടി അങ്ങ് മാറി കിട്ടി. പിന്നെ ഈ തെലുങ്ക് പടം ചെയ്തപ്പോൾ മൊത്തത്തിലുള്ള പേടി മാറി. ഇനിയിപ്പോ കുഴപ്പമില്ല, ഫൈറ്റ് ഒക്കെ ചെയ്യാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. Yes. നല്ലൊരു കാര്യമാണ് അത്. അതുപോലെ തന്നെ ഞാനിപ്പം ഷ്യാമിന്റെ വെബ് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്തത് ജേർണി ഓഫ് ലവ് 18+ലായിരുന്നു. കാരണം ആ, അളന്ന് മുറിച്ചൊക്കെ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന അയാളുടെ ഒരു നോട്ടത്തിൽ തന്നെ നമുക്കറിയാം, ഓക്കെ ഇയാള് പ്രശ്നക്കാരനാണ്, ഇയാള് എന്തും ചെയ്യാം എന്നുള്ളത്. നേരെ ആദിയിലേക്ക് അതെ വരുമ്പോൾ ആദ്യം ഉള്ളിലിരിപ്പ് മൊത്തം പുറത്തു പറയുന്ന ഒരാളല്ലെങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ അതെ അൾട്ടീരിയർ മോട്ടീവ്സ് ഉണ്ട്. എന്നാൽ നേരെ തിരിച്ചിട്ട് അയാൾ വളരെ ലൗഡ് ആയിട്ടുള്ള എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സ്, അതെ ഈവൻ അതെ ഷിൻഡോയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഭയങ്കര ലെയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതെല്ലാം. അത്രയും അതെ. അങ്ങനത്തെ ഒരു ന്യൂവാൻസ്ഡ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു എന്താ ഒരു പ്രോസസ്സ് ശ്യാമിന്റെ ശരിക്കും പറഞ്ഞാൽ? ഞാൻ ഭയങ്കരമായിട്ട് ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എന്റെ ഒരു പെർഫോമൻസിന്റെ ഒരു ഈ പറഞ്ഞ പോലെ അതിൽ എന്തെങ്കിലുമൊക്കെ ജെന്യുവിൻ പെർഫോമൻസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡയറക്ടറുടെ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ഇപ്പോ 18+ എനിക്ക് വരാൻ കാരണം ഞാൻ നൈറ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിംഗിൾ ക്യാരക്ടർ ഷോർട്ട് ഫിലിമാണ്. ഓൾമോസ്റ്റ് ഒരു 23 മിനിറ്റ് സ്ക്രീനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി ഒരുപാട് ആക്ടേഴ്സിന്റെ വോയിസ് വന്നു പോകുന്നുണ്ട്. അപ്പൊ സോനു എന്ന് അറിയുന്ന ഡയറക്ടറാണ്. സോനുമാണ് ഇപ്പൊ സത്യൻ അന്തിക്കാട് സാറിന്റെ പുതിയ പടം എഴുതുന്ന ലാലേട്ടൻ പടം. അപ്പം ആ ആ ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ബ്രോ പറഞ്ഞ പോലെ യൂട്യൂബ് സീരീസുകളിൽ കുറച്ച് കോമഡി പരിപാടികൾ ചെയ്തു കിടന്ന ഒരാളിൽ നിന്നും ഒരു ആക്ടർ എന്ന രീതിയിൽ ആൾക്കാർ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് ഉം. അതിന് ശേഷമാണ്. അത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു അരുണിന് റെഫറൻസ് ആയിട്ട് ഈ കാസ്റ്റിംഗിന്റെ രാജേഷ് ഏട്ടൻ കൊടുത്തത്. ഉം. ലൈക്ക് 18+ന്റെ കാസ്റ്റിംഗ് വന്ന സമയത്ത് അരുൺ എന്റെ പൊന്മുട്ട വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഉം. ആദ്യമായിട്ട് ഈ നൈറ്റ് കോൾ എന്നുള്ള ഷോർട്ട് ഫിലിമാണ് പുള്ളി കാണുന്നത്. പുള്ളിക്ക് ഉം. ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ അർജുൻ എന്നുള്ള ക്യാരക്ടർ. അതും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, റൊമാൻസിലെ ഷിൻഡോ പോലെ തന്നെയാണ് അർജുനും. ത്രൂ ഔട്ട് പടത്തിൽ ഇല്ല ആള്. ആ, പക്ഷെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ ഇവർ ഒളിച്ചോട്ടം കഴിയുമ്പോഴൊക്കെ ഇവര് സംസാരിക്കുന്ന അർജുവേട്ടൻ വരും, അർജുവേട്ടൻ വന്ന ഉം. പ്രശ്നവും, അതെ, അർജുവേട്ടൻ അവിടെ കല്ലുതുള്ളി നിൽക്കുകയാണ് എന്നുള്ളൊരു അതെ, ഈ അതെ. പറഞ്ഞൊരു ലെയർ പരിപാടി ഉണ്ട്. ഇയാളെ എല്ലാവരും എന്നെ പൊക്കി പറയുന്നു ശ്രീനിവാസ ഉദയനാണ് നേരത്തെ പറയുന്നത്. എല്ലാ കഥാപാത്രങ്ങളും എന്നെ പൊക്കി പറയുന്നില്ല. പറയുന്നത് കൊണ്ട് തന്നെ ആൾക്കാരുടെ മൈൻഡിൽ ക്യാരക്ടർ രജിസ്റ്റർ ആവുന്നുണ്ട്. ഉം. അപ്പൊ അതും 18+ൽ ശരിക്കും അത് അരുൺ ഡി ജോസിന്റെ ഒരു ധൈര്യം തന്നെയാണ്. ഉം. ADGയുടെ ഒരു ധൈര്യം തന്നെയാണ്. അങ്ങനെ ഒരു സാധനം എന്നെ പോലെ ഒരു പുതിയ ആളെ ഏൽപ്പിക്കാം. കാരണം അത്രയും ഒരു ഈ പറഞ്ഞ ഒരു എന്താ പറയാ, മനസ്സ് ഇയാൾ പുറത്തധികം കാണിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് സവർണനാണ്. പക്ഷെ പുറത്ത് മറ്റേ കമ്മ്യൂണിസം പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഉം. അയാളുടെ അച്ഛനെ പോലെ തന്നെ അച്ഛൻ പറയുന്നത് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ടൂ മച്ച് മറ്റേ കണ്ണുരുട്ടിയിട്ടുള്ള പരിപാടി വേണ്ടെന്ന് എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഇതൊന്നും അരുണ് പറഞ്ഞിട്ടില്ല. അരുൺ എനിക്ക് ഫ്രീഡം തന്നായിരുന്നു ശരിക്കും പറഞ്ഞു. ഉം. ഫസ്റ്റ് ഡേ തന്നെ അതിലൊരു വലിയൊരു ക്രൗഡിന് മുമ്പേ പ്രസംഗിക്കുന്ന ഒരു സീനാണ് ഫസ്റ്റ് എന്റെ ഷോട്ട് ആ പടത്തില്. അപ്പൊ അവിടെ സ്പോട്ടിൽ ചെന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഡയലോഗ് പഠിച്ചിട്ട് ചെന്നപ്പോ അതിൽ ഡയലോഗ്സിൽ കുറെ ചേഞ്ച് ഒക്കെ വന്നു. അപ്പൊ അയ്യോ, ഉം. ഈ കുറെ കൂടെ പേടിയത് ഡയലോഗും മാറ്റില്ല ലാസ്റ്റ് മിനിറ്റ്. പക്ഷെ പുള്ളി എന്നോട് എനിക്ക് ആ ഒരു സ്പേസ് തന്നു എന്നുള്ളതാണ്. അപ്പം ഈ പരിപാടി ഞാൻ എന്റെ ഒരു രീതിക്ക് തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അരുണിനോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഓക്കെ ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് കിട്ടി. ഒരിക്കലും ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ പറയും. ഉം. അല്ലെങ്കിൽ ഇടാ കുറച്ചുകൂടെ ഒന്ന് മാറ്റി പിടിക്കും. റൊമാൻസിൽ ചില സീനുകളിൽ പുള്ളി പറഞ്ഞിടാ ഇത്രയും നമുക്ക് കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യണ്ട, ആ. ഒന്ന് കുറച്ച് ലെയർഡ് ആയിട്ട്. കാരണം ഇയാൾ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല. എന്ന് ഉം. വെച്ചാൽ മറ്റേ ഉടായിപ്പ് അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് അങ്ങനെ സംസാരിക്കുമെങ്കിലും അല്ലാത്തപ്പോ ഒരു ജെന്യുവൻ ക്യാരക്ടറാണ്. ഗതികേട് കൊണ്ട് കുറെ പ്രശ്നങ്ങൾ ആയി പോകുന്നതാണ്. പ്രേമലു എന്ന് പറയുമ്പോ 100% ഗിരീഷിന്റെ ഒരു എഴുത്തിൽ തന്നെ ആ ഒരു പരിപാടി ഉണ്ട്. ഉം. നമ്മള് ആദ്യം എന്നുള്ള ക്യാരക്ടർ ഞാൻ ആദ്യം ഈ എനിക്കൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു പ്രേമലു. ഓഡിഷൻ വഴിയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഫസ്റ്റ് ഡേ ഓഡിഷൻ ചെയ്തപ്പോ ഇങ്ങനെയൊന്നും അല്ല ഞാൻ ചെയ്തത്. എനിക്ക് ഉം. ജസ്റ്റ് നമുക്ക് ആദ്യം ഒരിക്കലും ഓഡിഷൻ കിട്ടുന്ന സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ക്യാരക്ടറിനെ എന്താണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ചെറിയൊരു സീന് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഓക്കെ ഓഫീസിലുള്ള ഒരു കോഴി ക്യാരക്ടർ ആയിരിക്കാം. ഉം. ഇടയ്ക്ക് അങ്ങനെ വന്നു പോകുന്നൊരു പരിപാടിയാണ്. കാരണം സൂപ്പർ ശരണിയിലൊക്കെ സിമിലർ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഉം. ഉം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ആയി എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും വലിയൊരു സ്പേസ് ഉള്ള ക്യാരക്ടറാണ്. ഉം. ബാക്കി മൂന്ന് എന്താ പറയാ, അമൽ ഡേവിസും സച്ചിൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉം. ഇയാളാണ് മൊത്തം ഇവരെ പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ഈ പറഞ്ഞ പോലെ റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ഗ്രൂമിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഗിരീഷ് എന്താണ് ഗിരീഷിന് വേണ്ടതെന്നുള്ളത് എന്നെ കൊണ്ട് ഗിരീഷ് ചെയ്യിപ്പിക്കും. നമ്മളെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കും. ഈ സീനട ചെയ്യുമെന്ന് പറയും. നമ്മൾ ചെയ്യുമ്പോൾ പറയും എടാ കുറച്ച് താഴ്ത്തിക്കോ,
ഉം, അല്ലെങ്കിൽ ഉം. കുറച്ച് മീറ്റർ കയറ്റിക്കോ, അതെന്താണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു പുള്ളി തരുന്നുണ്ടായിരുന്നു. എനാക്ട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ വരുന്ന ഒരു ഇതല്ല അല്ലെ, നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ട് ആ, അതിനകത്ത് ഫൈൻ ട്യൂണിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതെ അതെ അതെ, പുള്ളിയുടെ രീതിക്ക് എനാക്ട് ചെയ്യാറുണ്ട് ചില സാധനങ്ങൾ, പക്ഷെ അങ്ങനെ ചെയ്യണ്ടെന്ന് പറയും. ആ, പുള്ളിയുടെ ആ. ഇത് നിന്റെ രീതിക്ക് ഈ ഒരു പരിപാടിയാണ് എനിക്ക് വേണ്ടത്. പുള്ളി എന്നോട് മെയിൻ ആയിട്ട് പറഞ്ഞ സോഫിസ്റ്റിക്കേഷൻ ആദ്യം മുതൽ എന്നോട് പറയുന്ന, കാരണം ഓക്കെ. ഞാനും പുള്ളിയൊക്കെ നമ്മളൊക്കെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ ബോംബെയിൽ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ പ്രോപ്പറായിട്ടൊന്ന് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ എനിക്ക് വരുന്നത്. നമ്മളിവിടെ മലയാളം മീഡിയം പഠിച്ചിട്ട് മുറി ഇംഗ്ലീഷ് കൊണ്ട് പോയി. അപ്പൊ അവിടെ സിറ്റി ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന, അവര് സംസാരിക്കുമ്പോൾ നോക്കുമ്പോഴും ചിരിക്കുമ്പോൾ പോലും ഇങ്ങനെയൊക്കെ ചിരിക്കുള്ളൂ. നമ്മളൊക്കെ ആളിയാന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ പുള്ളി അത്രയൊക്കെ ചിരിക്കാറുള്ളൂ. ഇങ്ങനെ കുറെ എനിക്ക് അബ്സർവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഗിരീഷ് ഇത് പറഞ്ഞപ്പോ ഞാനതൊക്കെ കുറെ പൊടിതട്ടി എടുത്തു. ഈ പറഞ്ഞ പോലെ കുറെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കണ്ടും മനസ്സിലുണ്ടായിരുന്ന സാധനങ്ങൾ റീക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്റേതായിട്ടുള്ള കുറെ സജഷൻസ് വന്നു. പിന്നെ മൊത്തത്തിൽ ഈ പറഞ്ഞ ടീമും നസ്ലിനും എന്താ പറയാ ഓപ്പോസിറ്റ് സംഗീതം ഒക്കെ വരുമ്പോ തന്നെ നമ്മൾ ആ ഒരു സീനെ കൊഴിപ്പിക്കുക എന്നുള്ള ഒരു സാധനത്തിൽ തന്നെ മാക്സിമം അത് നന്നാക്കാനുള്ള ഒരു ഗ്രൂപ്പ് വർക്കാണ് പ്രേമലോ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞ ഒരു ടീം വർക്ക് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പ്രേമലുവിലെ ഓഡീഷൻ ചെയ്ത സീൻ ഏതായിരുന്നു എന്ന് പറഞ്ഞുണ്ടോ? അത് ഉണ്ടോ ഫൈനൽ കട്ടില്? ഫസ്റ്റ് സീൻ തന്നെയാണ്. ആ, ഫസ്റ്റില് കേക്ക് റീനുവിന്റെ കട്ടിങ്. അടുത്ത് വന്നിട്ട് ഇയാൾ പറയില്ലേ, അതെ തന്നെ, കേക്ക് ആ, കട്ടിംഗ് സീനിൽ റീനു വരുമ്പോ പറയും മറ്റേ ടീമിലോട്ട് വിളിച്ചിട്ട് ഇയാൾ കുറെ പറയുമല്ലോ. ആ, ആ. എന്താ പറയാ, പുതിയ ആൾക്കാർക്ക് ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പാർട്ടി നടത്താറുണ്ട്. By the way, അത് തന്നെയാണ് ശരിയാ. ആ പരിപാടി തന്നെയാണ് ആദ്യം ചെയ്തത്. പിന്നെ ഇവര് കല്യാണ വീട്ടിൽ നിന്ന് സച്ചിന്റെ കൂടെ പോവാന്ന് പറയുന്ന ഒരു സീനുണ്ടല്ലോ. ഉം, ഉം. ഞങ്ങൾ സച്ചിന്റെ കൂടെ പോകണമെന്ന് പറയുമ്പോൾ ഇയാൾ മറ്റേ നോ വേ എന്ന് പറഞ്ഞിട്ട് ഉം. എതിർക്കുന്ന ഒരു സീൻ. ഈ 2 സീനാണ് ഓഡീഷന് ചെയ്യിപ്പിച്ചത്. നൈസ്. പക്ഷെ അപ്പോഴും അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്തത്. ഞാൻ മനസ്സിലായി. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ അറിയാത്തത് കൊണ്ട് ഷുവർ. ആ സീന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എന്നോട് പറയാമെന്ന് പറഞ്ഞു. ഉം. അപ്പൊ ഞാനിങ്ങനെ അവിടുത്തെ ഒരു AD ഉണ്ടായിരുന്നു സ്ഥാനത്ത്, അവനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ അവനിങ്ങനെ മെസ്സേജ് ചെയ്യടാ, എന്തായി അവര് വല്ലതും പറഞ്ഞോ, അവര് ഓക്കെ ആണോ. ഉം. അപ്പൊ അവൻ പറയുന്നുണ്ടായിരുന്നു, ബ്രോ എനിക്ക് കണ്ടിട്ട് ഓക്കെ ആണ്, വർക്കാണ് പരിപാടി, ഗിരീഷേട്ടന് വർക്കായിരിക്കും. പിന്നെ ഉം. പ്രൊഡക്ഷൻ ഭാവന ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, അവരെന്താണ് ഡിസിഷൻ, ഫൈനൽ ഡിസിഷൻ അവരുടേതാണ്. ചിലപ്പോൾ ഇതിനൊരു വലിയ കാസ്റ്റ്, ഒരു നോൺ ആക്ടർ വേണം എന്ന് അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഉം. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗിരീഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ലാന്ന്. അപ്പൊ അങ്ങനെയാണ് അതിൽ ലാൻഡ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ഒരു 3-4 ഗ്രൂമിംഗ് സെഷൻ തന്നെ ഉണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട്. ഉം. അതിൽ തന്നെ മൊത്തത്തിൽ ആദ്യം ഇമ്പ്രൂവ് ആയി വന്നു. ഫസ്റ്റ് ഷൂട്ട് ചെയ്ത സീനും എന്റെ സീൻ അത് തന്നെയാണ് സിനിമയിൽ. ശരിക്കും പറഞ്ഞാൽ അതേ സീൻ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോയിട്ട് നമ്മുടെ സ്പോട്ട് എഡിറ്ററോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പൊ ഗിരീഷ് എന്താ തോന്നി പറഞ്ഞു. ഗിരീഷിന് ഓക്കെയാണ്, അല്ലെ ഗിരീഷ് അത് ഒരിക്കലും ഓക്കെ പറയില്ല. ഗിരീഷിന് വർക്കായില്ലെങ്കിൽ ഗിരീഷ് എന്തായാലും ഒന്നുകൂടെ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഹാപ്പിയായി. അന്ന് വൈകിട്ടായപ്പോ നമ്മുടെ അസോസിയേറ്റ് രോഹിത് ഏട്ടനൊക്കെ ഒന്ന് പറഞ്ഞു കൊള്ളാം കേട്ടോ, ഉം. നന്നായിട്ടുണ്ട്, രസമുണ്ട്. ഞാൻ അന്ന് അത് കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ ഹാപ്പിയായി, കുഴപ്പമില്ല എന്നുള്ളൊരു മുകളിലെത്തി. ട്രസ്റ്റ് ഇസ് ഹിസ്റ്ററി. പക്ഷെ ഒരു പെർഫോമൻസ്, ഒരു അഭിനേതാവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്ന്, ഇന്ത്യയിലെ തന്നെ രാജ്യത്ത് വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് സക്സസ്ഫുൾ ഡയറക്ടേഴ്സിൽ ഒരാള് തന്റെ പെർഫോമൻസിന് അത്രയും ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് അത്രയും പൊക്കി സംസാരിക്കുക, അതെ. അത് അതൊരു ചെറിയ നേട്ടമൊന്നുമല്ല. അതുപോലെ തന്നെ സിനിമ കണ്ട ഒരുവിധം എല്ലാവരും തന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊരു പെർഫോമൻസ്. എനിക്ക് ചോദിക്കാനുള്ള ആ ഒരു പീക്ക് ഉണ്ടല്ലോ, അതൊരു വലിയൊരു ഉം. പീക്കാണ്. അത് ഒരു അതെ റെസ്പോൺസിബിലിറ്റി ആണ്, മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബാഗേജും ആണത്. എങ്ങനെയാണ് അതെ ശരിക്കും ഉറപ്പായിട്ടും. ഇതിൽ നിന്ന് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ? ഞാൻ ആ ബാഗേജ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം എന്താ പറയാ, അത് ആദി എന്നുള്ള ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ട് ഉം. പിന്നെ നമ്മൾ സെലക്ഷൻസ് എന്ത് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു പേടി എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. എനിക്കുണ്ടായിരുന്നത്, ഞാൻ സംഗീതം കാരണം ആണെങ്കിലും എല്ലാം ഈ പെർഫോമൻസുമായിട്ട് സംഗീതത്തിന്, കമ്പയർഡും ആകും, അതാണ്. അതെ 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 അതെ, സംഗീതമാണെങ്കിലും അവനും ഉണ്ടായിരുന്നു. കാരണം അവന്റെ ക്യാരക്ടറും അത്രയും നോട്ടബിൾ ആയിരുന്നു, അമൽ ഡേവിസ് എന്ന് പറയുന്നത്. ഉം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ അതിനുശേഷം കഥകൾ കേൾക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വന്നിട്ടുണ്ട്, ഇത് ചെയ്യണോ. റൊമാൻസ് ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോ എന്നോട് കഥ പറയുമ്പോഴും പറഞ്ഞിരുന്നു സംഗീതം ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ കഥ കേട്ടിട്ട് നേരെ സംഗീതനെ വിളിക്കും, എടാ ഞാനത് കേട്ടു, നീ ചെയ്യുന്നുണ്ടോ. ഉം. അങ്ങനെ ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഇടയിൽ നടക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആ ഒരു ബാഗേജ്. ഇപ്പൊ ഞാൻ പതുക്കെ ബാഗേജ് ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യലി നമുക്ക് ഈ സിനിമ അറിയില്ല, അതെ. സിനിമയുടെ ഓരോരോ എന്താണ് ഇതിന്റെ ഒരു സംഭവം എന്നറിയില്ല. കാരണം പല ആൾക്കാർ കഥ പറയാൻ വരുന്നുണ്ടായിരുന്നു, ഇപ്പോഴും വരുന്നുണ്ട്. ഉം. അപ്പൊ എനിക്കാണെങ്കിൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളും കൂടെയാണ്. അപ്പൊ ഞാനിപ്പോ അത് പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ ആദ്യം കേൾക്കുന്ന പല കഥകളും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും മുഖത്ത് നോക്കി നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബ്രോ ഞാൻ നോക്കാം, നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയായിരുന്നു. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പറയാം. പിന്നെ ഞാൻ തോന്നി നമ്മൾ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പറയാന്നുള്ളതാണ്. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാലും പറയുക.
ബ്രോ അത് എനിക്ക് വർക്കായില്ല എന്ന് പറയാമല്ലോ. അപ്പൊ ഇപ്പൊ ഞാനത് ശീലിച്ച് വരുന്നുണ്ട്. ഉം. പിന്നെ ആദി പതുക്കെ പതുക്കെ ഞാൻ ആദിയുടെ ബാഗേജ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അതിനുശേഷം ചെയ്ത സിനിമകളൊക്കെ കുറച്ച് ലോ പ്രൊഫൈൽ പടങ്ങളായിരുന്നു. വലിയ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പെർഫോമൻസ് ഓറിയൻ ക്യാരക്ടേഴ്സ് ഒന്നും അല്ല ഞാൻ ചെയ്തേക്കുന്നത്. ഈ പ്രേമല് കഴിഞ്ഞിട്ട് ചെയ്തേക്കുന്ന ഇ ഡി എന്നുള്ള പടം സുരാജേട്ടന്റെ കൂടെ റൊമാൻസിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനെ വലിയ പെർഫോം ചെയ്യാനുള്ള പരിപാടി ഇല്ല. ഉം. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളാണ്. പക്ഷെ ഞാനിപ്പോ തെലുങ്കിൽ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഉം. അതിലൊരു അത്യാവശ്യം വലിയ പെർഫോമൻസ് ഉള്ള ഒരു പടമാണ്. ഉം. പക്ഷെ എന്നാൽ ആദ്യമായിട്ട് ഒരു ബാഗേജും ഇല്ല, ആദ്യമായിട്ട് ഒരു സാമ്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. ഞാനിപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലും കൂടെ ആണ്. ഉം. അതർവൈസ് ഈ പറഞ്ഞ ബാഗേജ് ഇപ്പൊ കുറെ എനിക്ക് മാറി തുടങ്ങി. ഞാനിപ്പോ നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ലൈനിലാണ് നിൽക്കുന്നത്. തെലുങ്കിലെ മൂവി ഏതായിരുന്നു? ഞാൻ സോറി, എനിക്കത്. അത് ആക്ച്വലി എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാൻ വിചാരിച്ചു ഞാൻ എവിടെയെങ്കിലും. ഓക്കെ, ഷുവർ, ഒഫീഷ്യലി ഷുവർ. ആ. പേടിക്കണേ, രാജമൗലി പടമൊന്നുമല്ല. പക്ഷെ ഒഫീഷ്യലി അല്ല, ഒഫീഷ്യൽ അത് തെലുങ്ക് വരുമ്പോ രാജമൗലി വരുമ്പോ എല്ലാം നമുക്ക് മതി. കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ട് അനൗൺസ് ചെയ്യാമല്ലോ. ആ, അതെ അതെ അതെ. പക്ഷെ ഇതൊരു നല്ലൊരു ഡയറക്ടറുടെ പടം തന്നെയാണ്. ഞാനത് ഭയങ്കര പ്രൗഡാണ് ആ പടത്തിൽ. എന്നെ അവർ വിളിച്ചു എന്നുള്ളത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടിരിക്കുന്ന ഒരു പടമാണ്. ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിനെ ഓക്കെ, പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഉടനെ ഉണ്ടാവും എന്റെ അനൗൺസ്മെന്റ്. യെസ്, ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഇപ്പൊ ഇത്രയും താങ്ക് യു, ലൈക്ക് താങ്ക് യു സോ മച്ച്. കരിയറിൽ ഒരു ഏറ്റവും എന്താ പറയാ, ഒരു ഔട്ട്സൈഡർ ആയിട്ട് കയറി വരുന്നു. ഇന്നത്തെ കാലത്തെ കുട്ടികളെ പോലെ തന്നെ യൂട്യൂബ് വീഡിയോസ്, റീൽസ് ലൈക്ക് ദാറ്റ് നോട്ടീസ് ചെയ്യപ്പെടുന്നു, അതെ. സിനിമയിലേക്ക് വരുന്നു, ചെറിയ കഥാപാത്രങ്ങൾ അങ്ങനെ അങ്ങനെ കയറി വരുന്ന ഒരാള്. പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, ഞാൻ പ്രൊഫഷണൽ മാത്രമല്ല പറയുന്നത്, പേഴ്സണലും കൂടെ എടുത്തു നോക്കിയാൽ ഉം. ലൈഫിലെ ദ മോസ്റ്റ് ഹയസ്റ്റ് പോയിന്റ്, ഏറ്റവും ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും ബ്രിംഡ് വിത്ത് ഹാപ്പിനെസ് എന്നുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും? പ്രേമല് തന്നെയാണ്. ഉം. പ്രേമല് എന്റെ സക്സസ് തന്നെയാണ്. കാരണം നമുക്ക് ലൈഫിൽ പറഞ്ഞ ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ 5 വർഷം ബോംബെയിലൊക്കെ പോയി വർക്ക് ചെയ്ത് ഉം. പല പല കമ്പനികൾ വർക്ക് ചെയ്തിട്ട് മടുത്തിട്ട് ജോലി റിസൈൻ ചെയ്തിട്ടാണ് കൊച്ചിയിലോട്ട് വന്നത്. എനിക്ക് പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഓഫീസ് ജോബ് അല്ല, ക്രിയേറ്റീവ് കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി ജോലി റിസൈൻ ചെയ്തിട്ടാണ് കൊച്ചിയിലേക്ക് വന്നത്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര അഗ്രസീവായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ടിങ്ങിലൊന്നും ആയിരുന്നില്ല. ഞാൻ പതുക്കെ പതുക്കെ എന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞ ആക്ടർ പ്രിപ്പയേഴ്സ് എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കണ്ടന്റുകൾ ചെയ്യുക, സോഷ്യലി ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ. ഞാൻ ഭയങ്കര ഷൈ ആണ് ബേസിക്കലി, ആൾക്കാരോട് സംസാരിക്കാൻ മടി ഭയങ്കര ഇതുള്ളതാണ്. കുറെ ഞാനത് മാറ്റിയെടുത്താണ് കുറെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സ്മ്യൂൾ പോലുള്ള ആപ്പുകളിൽ പാടുമായിരുന്നു ആദ്യം. പിന്നെ ഡബ് സ്മാഷ് അങ്ങനെയുള്ള ടിക്ടോക്ക് എല്ലാ രീതിയിലും കണ്ടന്റുകൾ ചെയ്തു. പിന്നെ യൂട്യൂബ് എന്നുള്ള സ്പേസിൽ അത് മാക്സിമം യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോറി, ക്വസ്റ്റ്യൻ ഏറ്റവും മാറി. ലൈക്ക് ലൈഫിലെ ഏറ്റവും ഹയസ്റ്റ് ആ, ഒരു ഹാപ്പി മൊമെന്റ്, സന്തോഷം. ഹാപ്പി. അതെ 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 അതെ. അപ്പൊ ഈ ഒരു ആക്ടിംഗ് സ്പേസ് എന്നുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ പൊന്മുട്ട എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ പാർട്ടായിരുന്നു. അതിലാണ് ശരിക്കും ഞാനത് റിയലൈസ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ അവിടെ നിന്നാണ് ഒരു പ്രോപ്പർലി ആൾക്കാരുടെ റെസ്പോൺസ് വന്നു തുടങ്ങിയത്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, കൊള്ളാം, രസമുണ്ട്, വർക്കാണെന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് ഓക്കെ ആക്ടിങ് ഉം. ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത്. കാരണം ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു പ്രോസസ് ആയിട്ട് മാറിയായിരുന്നു. അപ്പൊ അതിനുശേഷം അതിന്റെ എക്സ്ട്രീം കിട്ടുക എന്നുള്ളത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം എനിക്കറിയില്ല എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന്. ഞാൻ അത് ഭയങ്കരമായിട്ട് ഉം. എന്റെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പലതും ആഗ്രഹിച്ചതൊക്കെ പതുക്കെ 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 ഒരു സമയത്ത് ഞാൻ ഈ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം ഉം. എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് യൂട്യൂബ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, വെറുതെ വന്നതല്ല. ഈ പറഞ്ഞ പോലെ പൊന്മുട്ട ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഒരു സമയത്ത്, 2020-19 സമയത്തൊക്കെ. അതിനുശേഷം എന്ന് പറഞ്ഞ പോലെ നല്ലൊരു സിനിമയിൽ ലാൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഒരു നല്ല ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഉം. കാരണം പല ആൾക്കാർ ഷോർട്ട് ഫിലിം വഴി സിനിമയിലേക്ക് കയറാറുണ്ട്. അങ്ങനെ കറക്റ്റ് നൈറ്റ് കോൾ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം സംഭവിച്ചു. അടുത്തത് എനിക്കൊരു നല്ല സിനിമ കിട്ടണം, നല്ലൊരു ക്യാരക്ടർ കിട്ടണം, സിനിമയിൽ ആൾക്കാർ തിരിച്ചറിയുന്ന ക്യാരക്ടർ. കറക്റ്റായിട്ട് പ്രേമലു സംഭവിച്ചു. ഉം. അപ്പൊ പ്രേമലു അതിന്റെ എക്സ്ട്രീമാണ്, ഏറ്റവും ഉം. എക്സ്ട്രീമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് എനിക്ക് പ്രേമലു എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഇത്രയും ഹിറ്റാവുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അത് ചിലപ്പോൾ ഉം. എന്റെ സെൻസ് ഇല്ലാത്തത് കൊണ്ടാവാം. അവരൊക്കെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഗിരീഷും ഈ പറഞ്ഞ AD സനത്തും അവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പടത്തിൽ. അപ്പൊ എനിക്ക് ഉം. എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സിനിമ കുറച്ചൊക്കെ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ. ഉം. അപ്പൊ അതിൽ ഇങ്ങനെ എഴുതാമല്ലോ, കാരണം ഞാൻ ആ. ഭാവന സ്റ്റുഡിയോസിന്റെ ഗിരീഷ് ഷെട്ടി ഡയറക്ട് ചെയ്ത പടത്തിൽ ഞാനൊരു റോൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉം. അടുത്ത ആൾക്കാർക്ക് അയക്കാം എന്നുള്ള ലൈനിലാണ് ഞാൻ നിൽക്കുന്നത്. പടം ഫസ്റ്റ് ഡേ ഒരു ഉച്ച വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ചതിനപ്പുറം. ഉം. അന്ന് തന്നെയാണ് ഏറ്റവും എക്സ്ട്രീം ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ആയി എല്ലാവർക്കും, ഇനി നമ്മൾ ഒരിടത്ത് പോയി പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരില്ല എന്നുള്ളത് നമുക്കന്ന് മനസ്സിലായി. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിലിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് ഇനി ഒരു മുഖവര ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സ്പേസ് കിട്ടുമല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ ഇന്ന ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും കംഫർട്ടബിൾ അതെ. ആയിട്ട് ഓൺ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട്, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരുമായിട്ടാണ്?
ഏറ്റവും കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നത് ഇവര് പ്രേമലു ടീം, ഇപ്പൊ നസ്ലിൻ, സംഗീത്, ഉം, ഇവരൊക്കെ തന്നെ എല്ലാവരും ഓക്കെ ആണ്. ഞാനിപ്പോ ഉം. ഇവരുടെ കൂടെയാണ് മൾട്ടിപ്പിൾ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. നസ്ലിന്റെ എന്നെ ആദ്യത്തെ പടം ഈ പത്രോസിന്റെ പടപ്പുകൾ എന്ന് പറയുന്ന ഒരു ഫിലിമായിരുന്നു ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അതിലും സംഗീതം ചെറിയൊരു വേഷം അതെ. ചെയ്തിട്ടുണ്ടാകാൻ തന്നെയായിരുന്നു എന്റെ എഡിറ്ററും. ഉം, അപ്പൊ അതില് നസ്ലിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ വീണ്ടും പ്രേമലുവിൽ നമ്മൾ ഒരുമിച്ച് വന്നു, റൊമാൻസിൽ വീണ്ടും സംഗീതമായിട്ട് ഒരുമിച്ച് വന്നു. ഉം, അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരായിട്ട് ഭയങ്കര കുറച്ചുകൂടെ ഒരു സുഖമാണ്. നമുക്ക് അങ്ങനെ ഉം, ഒരു ഷൂട്ടിംഗ് പരിപാടി ഫീൽ ചെയ്യാറില്ല. ഉം. പക്ഷെ ഒരുവിധം എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷനിലെ അല്ലെങ്കിൽ ഇപ്പൊ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും സുരാജേട്ടന്റെ കൂടെ ഒക്കെ അഭിനയിച്ചു. അതെ, അതെ. സുരാജേട്ടനൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മളെ ഒരുമാതിരി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നുമില്ല. സുരാജേട്ടൻ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത്രയും നെക്സ്റ്റ് ഡേ അത്രയും ഞങ്ങളുടെ വലിയൊരു ആക്ടർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ചിലപ്പോൾ ഒരു സ്റ്റേജ് ഫിയർ വരാം. അല്ലെങ്കിൽ അവരിടുന്ന ഒരു അതെ സാധനം അവര് ചിലപ്പോൾ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്ത് നമ്മളാകെ പതറി പോവാൻ ചിലപ്പോൾ. അതെ അങ്ങനത്തെ ഒരു സാഹചര്യം അതെ അതാണ് ഞാൻ ചോദിച്ചത്. അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓക്കെ ഇവൻ ഇടുന്നത് എനിക്ക് പറ്റും തിരിച്ചു ചെയ്യാന്നുള്ള ആ രീതിയിൽ. ആ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇവരുടെ കൂടെ തന്നെയാണ് ഉം. നസ്ലിന്റെ. കാരണം ഈ പറഞ്ഞ തെലുങ്കാന ബൊമ്മലു എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ അതെ. അതിനകത്ത്. ആ പാട്ടിനകത്ത് മിക്ക ആക്ടിവിറ്റീസും നമ്മൾ ഇംപ്രൂവൈസ് ചെയ്ത കാര്യങ്ങളാണ്. കാരണം അതിന് കൃത്യമായി ഇങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഉം, മെയിൻ ആയിട്ട് റീനുവിന്റെ പുറകെയാണ് നിങ്ങൾ മൂന്ന് പേരും. ഉം, സച്ചിനും അമൽ ഡേവിസും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആദ്യം അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഒരു ലൈനായിരുന്നു. അപ്പൊ അത് പലതും പല കാര്യങ്ങളും മറ്റേ ചാർമിനാറിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഉം, സംഗീതം ഒന്ന് തോളിൽ കൂടെ കയറ്റി പിടിച്ചു മാറ്റുന്നു. അതൊക്കെ ഒന്നും പ്ലാൻഡ് അല്ല. എന്നെ ഉം, ഞാനിങ്ങനെ കൈ വീശുമ്പോ നസ്ലിന്റെ മുഖത്ത് എത്തിയിട്ട് അവൻ ഇങ്ങനെ പോകുന്നതൊക്കെ അപ്പൊ ചെയ്ത സംഭവങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കംഫർട്ട് സോൺ എനിക്ക് തോന്നുന്നു അവരുമായിട്ടായിരിക്കും. ഉം. സുരാജേന്റെ കൂടെ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. പക്ഷെ എന്നാലും സുരാജേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു, കാരണം ഈ ഇഡിയിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ സീനുള്ള എന്റെ തലേദിവസം രാത്രി സുരാജേട്ടൻ എന്നെ വിളിക്കും. ഉം, 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 എന്നിട്ട് എന്നോട് ചോദിക്കടാ, ഇതാണ് സീൻ, എന്തൊക്കെ ചെയ്യാൻ പറ്റും, നീ ഒന്ന് ആലോചിച്ചിട്ട് പറ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ. അപ്പൊ ആ ഒരു സ്പേസ് സുരാജേട്ടനും തരുന്നുണ്ട്. ഉം, അങ്ങനെ സുരാജേട്ടനെ കുറച്ച് നേരത്തെ അറിയുന്നതും കൂടെ കൊണ്ടായിരിക്കാം. ഉം. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരുമായിട്ടും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പൊ ഇത്രയും സിനിമകള് വർക്ക് ചെയ്തു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ശ്യാം നോട്ടീസ് ചെയ്ത ശ്യാമിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ദാറ്റ് സംതിങ് ദാറ്റ് യു ആർ കോൺസ്റ്റന്റ്ലി വർക്കിംഗ് ഓൺ എന്തായിരിക്കും? എനിക്കെപ്പോഴും ഞാനൊരു ആവറേജ് ആക്ടർ ആണെന്ന് തന്നെയാണ് ഇത് ബാക്കിയുള്ളവരും കൂടെ തോന്നുന്നത്. അല്ല അംഗീകരിക്കണമെങ്കിലും ഓക്കെ. അല്ല എനിക്ക് ഞാനിങ്ങനെ ഞാൻ ഭയങ്കര ഇതായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം എനിക്ക് വീഡിയോയിലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള, എനിക്ക് കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ടുണ്ട്. കോമഡി എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കോമഡി നന്നായിട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള വില്ലനിസത്തിലാണ്. അത് ഈ പറഞ്ഞ ഒരു തെലുങ്ക് പടം കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടം തോന്നി വില്ലനിസം. എനിക്ക് പണ്ടൊരു സമയത്ത് ദേഷ്യപ്പെട്ട് അഭിനയിക്കുന്നത് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ അത് കോമഡി ചെയ്തിരുന്ന സമയത്താണ് ഞാൻ ഈ കരിക്കിലെ ബെറ്റർ ഹാഫ് എന്നുള്ളൊരു സീരീസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനും സ്നേഹയായിരുന്നു അതിനകത്ത് മെയിനായിട്ട് ചെയ്തത്. സ്നേഹ ബാബു, നമ്മുടെ മോഹിനിയാട്ടം എന്നുള്ള പടത്തിന്, ഭരതനാട്യം എന്നുള്ള പടത്തിന്റെ ഡയറക്ടർ കൃഷ്ണദാസ് ആയിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പൊ അതിൽ കുറച്ച് ദേഷ്യപ്പെടുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വൈഫിനടുത്ത്, അപ്പൊ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു എഴുതുമ്പോ തന്നെ. ഞാൻ ചെയ്താൽ ശരിയാവും. കാരണം റിയൽ ലൈഫിൽ അങ്ങനെ ദേഷ്യപ്പെടുന്ന വലിയ പരിപാടിയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ ലിമിറ്റേഷൻ മനസ്സിലാക്കി വരുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ മൊത്തത്തിൽ കുറെ ലിമിറ്റേഷൻ തന്നെയാണ്. എന്നാലും അത് ഓരോന്നും ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇനി മനസ്സിലാവുന്നത്. പലതും ഈ പറഞ്ഞ പ്രേമലു ആണെങ്കിൽ പോലും ക്യാരക്ടർ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അങ്ങനെ നമുക്ക് അറിയില്ല. കാരണം 100% എനിക്ക് ഏലിയൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ CBSE സ്റ്റുഡന്റ് അല്ല, പറഞ്ഞ പോലെ വാ തുറന്ന ഇംഗ്ലീഷ് വരുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് പരിപാടികളൊന്നും ഇല്ല. പക്ഷെ അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിമിറ്റേഷൻസും നമ്മുടെ പ്ലസ് പോയിന്റ്സും മനസ്സിലാവുന്നത്. നൈറ്റ് കോൾ ആണെങ്കിൽ പോലും ആ ഷോർട്ട് ഫിലിം ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ഞാൻ ഒറ്റ ഒരാളാണ് സ്ക്രീനിൽ 23 മിനിറ്റ്, ഞാനത് എങ്ങനെ ചെയ്യും എന്നിരുന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പൊ അറിയില്ല, വീക്ക്നെസ്സുകളൊക്കെ ഒരുപാടുണ്ട്. അത് ഇനി ചെയ്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പിന്നെ ഡാൻസ് എനിക്ക് കുറച്ച് വീക്ക്നെസ് ആണ് കേട്ടോ. ഡാൻസ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അയ്യയ്യ യാദവ് തന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചതാണ് എനിക്ക്. പക്ഷെ അതാണ് പുള്ളി രാജമൗലി ഏറ്റവും എടുത്തു പറഞ്ഞത് അതായിരുന്നു. ലൈക്ക് അതെ 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 യു ആർ എ മ്യൂസിക് ലവർ ആൻഡ് എ സിംഗർ ടു. അപ്പം യു അതെ ജസ്റ്റ് ദാറ്റ് യു ആർ എ ഷൈ പേഴ്സൺ. അപ്പൊ ഒരു കുറച്ച് ഇൻട്രോവേർട്ടഡ് നേച്ചറും കൂടെ ഉണ്ടാവാം. ഈ അപ്പം ഉണ്ട് ഉണ്ട്. പാട്ടിൽ ഒരുപാട് സംഗീതത്തിൽ ഒരുപാട് ഒരു എന്താ പറയാ ഒരു സോളസ് കണ്ടുപിടിക്കുന്ന ഒരു നേച്ചർ, അതൊരു കംഫർട്ട് സോൺ ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും അല്ലെ? അതെ 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 അപ്പൊ അത് നമ്മള് ആ ആ ആ പറഞ്ഞോളൂ. ചോദിച്ചോളൂ. ഇല്ല പറഞ്ഞോളൂ, ബാക്കി ഒന്ന് അല്ല, കഴിഞ്ഞിട്ട്. ഇമോഷണലി ഏറ്റവും ലോ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് കേൾക്കാൻ ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ആരാണ്? എനിക്ക് ഇളയരാജ ആയിരിക്കും ആ ഇമോഷണലി ലോ ഒബിയസ്ലി മാത്രമല്ല, എല്ലാത്തിനും. എനി ടൈം എനി ടൈം ഇളയരാജയാണ്. അത് ബാക്കി ആരും ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ അറിയില്ല, ഇളയരാജ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രേസ് ആണ്. ഞാൻ ഈ 2019 ചെന്നൈയില് പുള്ളിയുടെ ഒരു ഷോ ഒക്കെ നേരിട്ട് കാണാനൊക്കെ പോയിട്ടുണ്ട്. ഉം. നമ്മളിവിടുന്ന് 2-3 ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട്
ഇപ്പൊ ഇന്നും കൂടെ ഞങ്ങളുടെ ഒരു മ്യൂസിക് ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കോയമ്പത്തൂർ ഇളയരാജയുടെ ഷോ ഉണ്ട് മെയ് 15-നോ 17-നോ ഉം, രണ്ടെണ്ണം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്, പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഭയങ്കര ഇളയരാജ ഫാനാണ്, കട്ട ഫാനാണ്. ഞാനും വൈഫും ഭയങ്കര ഫാനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. വല്ലാണ്ട് ഇപ്പൊ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്താണെങ്കിലും, ഉം, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും, വണ്ടി പിടിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇളയരാജ സോങ്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഉം. പെട്ടെന്ന് നമുക്ക് എന്ത് പാട്ടണം നോക്കി അപ്പൊ തന്നെ ഇളയരാജ പാട്ട്. കുറച്ചു മുമ്പ് പോലും ഇളയരാജ സോങ്സ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഓക്കെ. പ്രേമലു 2-ലും ആദിക്ക് ഇത്രയും തന്നെ റോൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? അറിയില്ല, ഉണ്ടാവുമായിരിക്കാം. അങ്- ഉം. പക്ഷെ അതൊരു നോ അല്ല അപ്പൊ. അല്ല, നോ അല്ല. പ്രേമലു 2 ആദ്യം ഉണ്ട് എന്നുള്ളത് ഉം. ഷുവറാണ്. ഉണ്ടെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഏ, എന്താണ് ആദ്യത്തെ സ്പേസ് എന്നുള്ളത് ആൾക്കാർ കാണട്ടെ ഉം. എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം, ഞങ്ങളുടെയൊക്കെ വിശ്വാസം. യെസ്, ഡെഫിനറ്റ്ലി. അപ്പൊ ശ്യാം മോഹൻ, താങ്ക് യു ഫോർ സ്പെൻഡിങ് സം ടൈം വിത്ത് us. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ താങ്ക് യു, ഫ്യൂച്ചർ. താങ്ക് യു, താങ്ക് യു അനന്ത്, താങ്ക് യു സോ മച്ച്.